ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ക്രിസ്മസ് പർച്ചേസാണ്. നമ്മളിതിന് വേണ്ടി നേരെ പോയത് എറണാകുളത്തുള്ള ബ്രോഡ്വേയിലോട്ടാണ്. ഡിസംബർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതെങ്കിലും കടകളൊക്കെ സാധനങ്ങൾ കൊണ്ട് നിറഞ്ഞു. ഞാനവിടെ ചെന്ന് നേരെ ഒരു പാക്കറ്റ് കപ്പലണ്ടിയും മേടിച്ച് അത് തിന്ന് ഒരു സൈഡ് വഴി നടന്നു തുടങ്ങി. കാണാൻ കാഴ്ചകൾ ഒരുപാട് ഉണ്ടായിരിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ബൾക്കായിട്ട് സാധനങ്ങൾ മേടിച്ച് വിൽക്കുന്നവർക്കും അല്ലാതെ വീട്ടാവശ്യത്തിന് വേണ്ടി ഡെക്കറേഷന് വേണ്ടി വരുന്നവർക്കും ഇത് നല്ലൊരു ഓപ്ഷനാണ്. കാരണം നമ്മൾ പുറത്തുനിന്ന് കടകളിൽ നിന്ന് മേടിക്കുന്നതിൻ്റെ റേറ്റ് എത്രയാണ് ശരിക്കും അവർ കൊടുക്കണതെന്ന് നമുക്ക് ഇവിടെ വന്നാൽ അറിയാൻ പറ്റും. പലതരത്തിലുള്ള വെറൈറ്റി ഡെക്കറേഷൻ ഐറ്റംസ് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ണടകൾ, തൊപ്പികൾ, എല്ലാ സാധനങ്ങളും റെഡിയാണ്. നക്ഷത്രങ്ങളുടെയും ലൈറ്റുകളുടെയും പല പല വെറൈറ്റികളാണ് ഇവിടെ ഈ പ്രാവശ്യം ഒരുക്കിയിട്ടുള്ളത്. ശരിക്കും നമുക്ക് വാങ്ങാനൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇതിലേക്കൂടി വെറുതെ നടന്നു പോയാൽ തന്നെ ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ്. പണ്ടൊക്കെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനായിട്ട് അരണമര അന്വേഷിച്ച് നടക്കുമായിരുന്നു. ഇപ്പം അതൊക്കെ റെഡിമെയ്ഡായിട്ട് നമുക്ക് കിട്ടും. മെറ്റീരിയൽ സെറ്റൊക്കെ ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ 60 രൂപ മുതലും അല്ലാതെ എടുക്കുകയാണെങ്കിൽ 90 രൂപ മുതലും സ്റ്റാർട്ടിംഗ് പ്രൈസ് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ റെഡിമെയ്ഡ് ക്രിസ്മസ് ട്രീ എല്ലാം നമുക്ക് 300 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ വരുമ്പോൾ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ നല്ല തിരക്കാണ്. ഞാനിവിടെ കണ്ട പല ടൈപ്പ് ഡെക്കറേഷൻ ഐറ്റംസും എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് കാണുക. ഒരു 6 മണി കഴിഞ്ഞതിന് ശേഷമാണ് ബ്രോഡ്വേയിൽ എത്തിയത്. അത് കഴിഞ്ഞ് ഒരു 6:30-7 മണി ആയപ്പോഴേക്കും ലൈറ്റുകളൊക്കെ വന്നു തുടങ്ങി. അതോടുകൂടി ബ്രോഡ്വേയുടെ കളറേ മാറി. ക്രിസ്മസ് പാവകൾ, കരോളിനുള്ള എല്ലാ ഐറ്റംസും ഇവിടെ റെഡിയാണ്. പല ടൈപ്പിലുള്ള തൊപ്പികളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അതൊക്കെ നമുക്ക് ഹോൾസെയിൽ വിലക്ക് കിട്ടും. ഇവിടെ ഒരുപാട് വെറൈറ്റി പേപ്പർ നക്ഷത്രങ്ങളും അവൈലബിൾ ആണ്. എങ്കിലും കൂടുതലായിട്ട് നമ്മളിപ്പോൾ കണ്ടുവരുന്നത് LED നക്ഷത്രങ്ങൾ തന്നെയാണ്. കരോളിന് പോണ പിള്ളേർക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിസ്സാര കാശിന് എല്ലാ സാധനങ്ങളായിട്ട് പോകാം. അതിനുള്ള ഡ്രസ്സ്, തൊപ്പി, വടി മുതലായ എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ പുൽക്കൂടിൻ്റെ സെറ്റൊന്നും ഞാൻ അധികം കണ്ടില്ല. കൂടുതലും വെറൈറ്റി സീരിയൽ സെറ്റുകളും ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ ഐറ്റംസും കരോളിൻ്റെ സെറ്റിനുള്ള സാധനങ്ങളും എല്ലാമാണ് ഇവിടെ കൂടുതലായിട്ട് കാണുന്നത്. പിന്നെ എല്ലാ പ്രാവശ്യത്തെയും പോലെ നക്ഷത്രങ്ങളും വെറൈറ്റി ഒരുപാടുണ്ട്. പിന്നെ ഇവിടെ കണ്ടതിലൊരു അടിപൊളി സാധനമായിരുന്നു ഈ ക്രിസ്മസ് പപ്പാനി. അത് ഓട്ടോമാറ്റിക്കായിട്ട് മുകളിലോട്ട് പോവുകയും താഴോട്ട് പോവുകയും ചെയ്യും. എനിക്ക് ശരിക്കും ഒരു സീരിയൽ സെറ്റ് മാത്രം മതിയായിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കൈ നിറച്ച സാധനങ്ങളായിട്ടാണ് ഞാൻ തിരിച്ചു പോയത്. പിന്നെ ഈ പ്രാവശ്യം കണ്ട ഒരു വെറൈറ്റി സാധനമായിരുന്നു ഇതുപോലത്തെ പാവകൾ. ഇവിടുത്തെ തിരക്കെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, നല്ല അന്യായ തിരക്കാണ്. കുട്ടികളായിട്ട് പോകുമ്പോൾ കൂടുതൽ കെയർ കൊടുത്ത് വേണം പോകാൻ. പിന്നെ നിങ്ങൾ ലിമിറ്റഡ് ഷോപ്പിങ്ങിനാണ് പോകണമെങ്കിൽ മാക്സിമം പിള്ളേരെ കൊണ്ടുപോകാണ്ടിരിക്കണമെങ്കിൽ നല്ലത്. ഇത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.